നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നാണ് ആ വിധി നിർണായകമായ ദിനം. നമ്മുടെ ടീം ചെപ്പോക്കിൽ സിംബാബ്വെ നേരിടുകയാണ്. സിംബാബ്വെ ശരിയാണ്, കഴിഞ്ഞ കളിയിൽ പൊട്ടി തകർന്നാണ് വരുന്നത്. നമ്മളും അങ്ങനെയാണ്. സിംബാബ്വെയെ എഴുതി തള്ളേണ്ട. ശ്രീലങ്കക്ക് സ്വന്തം നാട്ടിൽ മിന്നും ഫോമിൽ നിന്നിരുന്ന സമയത്ത് പണി കൊടുത്തിട്ട് വന്നവരാണ്. ശ്രീലങ്ക ഓസ്ട്രേലിയയൊക്കെ തോൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പണി കൊടുത്തത്. അതിന് മുമ്പ് ഓസ്ട്രേലിയക്കും ഇട്ട് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംബാബ്വെക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർ സെമിയിലെത്തിയില്ല, ഈ കളി തോറ്റ് നാട്ടിലേക്ക് മടങ്ങിയാൽ പോലും അവർക്ക് നാട്ടിലെ ഹീറോയിക് വെൽക്കം ആയിരിക്കും. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയല്ല. ഈ കളി കൈവിട്ടു പോയാൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരും, അത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ കളി ജയിച്ചേ പറ്റൂ. ഈ കളിക്ക് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മത്സരം നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടിലും ഇന്ത്യ വളരെ ഇൻട്രസ്റ്റഡാണ്. അതായത് ഇന്നാണ് സൗത്ത് ആഫ്രിക്കയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ കളിക്കുന്നത്. രണ്ട് ടീമും ഇതുവരെ ടൂർണമെൻറ്റിൽ അൺബീറ്റണാണ്. 3 മണിക്കാണ് ആ മത്സരം നടക്കുന്നത്. അപ്പോൾ ആ കളിയുടെ റിസൾട്ട് സൗത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. പിന്നെ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചാൽ മതി. നെറ്റ് റൺ റേറ്റിൻ്റെ നൂലാമാലകളിലേക്ക് കടക്കേണ്ടതില്ല. അതല്ലെങ്കിൽ പിന്നെ നെറ്റ് റൺ റേറ്റൊക്കെ വരും. ആദ്യ കളിയിൽ വലിയ തോൽവി തോറ്റത് തിരിച്ചടിയാകും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇന്ന് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച് കിട്ടിയാൽ ഇന്ത്യക്ക് അത്രയും നല്ലത്. പക്ഷെ അത് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം അത് നമ്മുടെ ടീമിൻ്റെ കയ്യിലുള്ള കാര്യമല്ല. അതെന്തോ സംഭവിക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാമെന്നത് തന്നെയായിരിക്കും ടീം മാനേജ്മെൻറ്റ് എടുത്തിട്ടുള്ള തീരുമാനം. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണല്ലോ കഴിയുക. അപ്പോൾ ടീമിൽ എന്ത് മാറ്റം എന്നുള്ള ചോദ്യമാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം ഒരു റൈറ്റ് ഹാൻഡഡ് ബാറ്ററെ സ്ക്വാഡിലേക്ക് ഇറക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തേർഡ് റൈറ്റ് ഹാൻഡഡ് ബാറ്റർ ഇൻ ടു ദെയർ ടോപ്പ് 8. അങ്ങനെ ഇറക്കണമെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജു സാംസണിനെ കളിപ്പിക്കണം. സഞ്ജുവിനെ കളിപ്പിക്കുമ്പോൾ ആര് പുറത്ത് എന്നുള്ള ആ ചോദ്യം. 2 താരങ്ങൾക്കാണ് പുറത്താവാൻ സാധ്യത. ഒന്ന് തിലക് അല്ലെങ്കിൽ റിങ്കു സിംഗ്. രണ്ടിലൊരാൾ പുറത്താവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ സഞ്ജു സാംസൺ കളിക്കും. പിന്നെ സിംബാബ്വെയുടെ ഭാഗത്ത് അവർ മെയിൻലി റൈറ്റ് ഹാൻഡഡ് ബാറ്റേഴ്സാണ് അവരുടെ ലൈനപ്പിലുള്ളതെന്നുള്ളത് കൊണ്ട് വാഷിങ്ടനെ മാറ്റി വീണ്ടും അക്സർ പട്ടേലിനെ തന്നെ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്സർ ഒരു കുൽദീപ് എന്ന ചോദ്യമുണ്ട്. പക്ഷേ ബാറ്റിംഗ് ഡെപ്ത് പരിഗണിച്ച് അക്സറിനെ കളിപ്പിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ വന്നാൽ ഇന്ത്യയുടെ പ്ലേയിങ് 11 നമ്മളൊന്ന് നോക്കുകയാണ്. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ രണ്ടുപേരും ചേർന്ന് ഓപ്പൺ ചെയ്യാം. ദെൻ നമ്പർ 3 ഇഷാൻ കിഷൻ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ദെൻ നമ്പർ 4 സൂര്യകുമാർ യാദവ്. ദെൻ ശിവൻ ദ്യൂബെ, ഹാർദിക് പാണ്ഡ്യ. റിങ്കു ഉണ്ടെങ്കിൽ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇറങ്ങും, അല്ലെങ്കിൽ തിലക് വർമ്മ. രണ്ടാളൊരാളായിരിക്കും. തിലക് കളിക്കുന്നുണ്ടെങ്കിൽ ബാറ്റിംഗ് ഓർഡറിൽ വ്യത്യാസമുണ്ടാവും. അദ്ദേഹം മുകളിലോട്ട് കയറിയിട്ടായിരിക്കും ഇറങ്ങുക. ദെൻ അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ. ഇതാണ് ഇന്ത്യയുടെ ഒരു പ്രോബിൾ പ്ലേയിങ് 11. അതേസമയം മറുഭാഗത്ത് സിംബാബ്വെ എന്ത് മാറ്റം വരുത്തുമെന്നുള്ളത് കണ്ടറിയണം. സിംബാബ്വെയുടെ ഒരു പ്രോബിൾ ലൈനപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചരിവൻഷെ മറുമാനി, ബ്രിയാൻ ബെന്നറ്റ്, ഡിയോൺ മെയേഴ്സ്, റയാൻ ബേൾ, സിക്കന്ദർ റസ, ടോണി മുനിയോങ്ക, ടഷിങ്ക മുസേക്കിവ, ബ്രാഡ് ഇവാൻസ്, ഗ്രെയിം ക്രീമർ, ബ്ലെസ്സിങ് മുസറബാനി, റിച്ചാർഡ് എംഗ്രാവ. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ 11. പിച്ച് കണ്ടീഷൻ പിന്നെ ചെപ്പോക്കിലെ പിച്ച് എല്ലായ്പ്പോഴും സ്പിന്നിനെ സഹായിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് കണ്ടീഷനായിട്ട് മാറിയിട്ടുള്ളൊരു പിച്ചാണിത്. പേസ് ബൗളേഴ്സിന് നല്ല സ്ട്രഗിൾ ഉണ്ട്, അതും ശരിയാണ്. സോ സ്പിൻ ബൗളേഴ്സിന് തന്നെ ആയിരിക്കും പിന്നെ അതിലൊരു ചെറിയ ഒരു ആധിപത്യം ഉണ്ടാവുക. ഏതായാലും നല്ല റണ്ണൊഴുകാൻ സാധ്യതയുള്ള ഒരു പിച്ചിൽ സിംബാബ്വെക്ക് മേലും മികച്ചൊരു വിജയം നേടി റൺ റേറ്റിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള തിരിച്ചടി ഒന്നും ശരിയാക്കിയെടുക്കാനായിരിക്കും ടീം ഇന്ത്യ ശ്രദ്ധിക്കുക, കരുതുക. പക്ഷേ നമ്മുടെ ബാറ്റർമാർ ക്ലിക്കാവേണ്ടതുണ്ട്. ഈ ടൂർണമെൻറ്റിലുടനീളം ബാറ്റർമാർ പലപ്പോഴും പല ഘട്ടങ്ങളിലായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷാൻ കിഷൻ്റെയും ശിവൻ ദൂബയുടെയും ഒക്കെ ചില മിന്നും ഇന്നിങ്സുകളാണ് പല പ്രശ്നങ്ങളെയും കവർ ചെയ്തുകൊണ്ട് നിന്നത്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ എല്ലാവരും നന്നായിട്ട് കളിക്കണം. ഇന്നതിന് സാധിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. രാത്രി 7 മണിക്ക് ചെപ്പോക്കിൽ ഇന്ത്യയുടെ വിജയ തേരോട്ടം നടക്കട്ടെ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.